നമസ്കാരം. മാക്ബ്ലോക്സിൻ്റെ ട്യൂട്ടോറിയൽ സീരീസിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂൾ ആയ മാക്ബ്ലോക്സിനെ പറ്റിയാണ്. ബ്രൗസർ എടുക്കുക, അതിൽ www.macblocks.com എന്ന വെബ്സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മാക്ബ്ലോക്സിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് പോകാവുന്നതാണ്. മാക്ബ്ലോക്സിൻ്റെ ഹോം പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാക്ബ്ലോക്സ് ഒരു ബ്ലോഗ് ബേസ്ഡ് കോഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ മേക്കേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് ലേണേഴ്സ് ആണ്. മാക്ബ്ലോക്സ് ഒരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂളാണ്. വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബ്ലോക്സ് ഉപയോഗിച്ച് ഫിസിക്കൽ കമ്പ്യൂട്ടിങ്ങും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന മെത്തേഡാണ് വിഷ്വൽ പ്രോഗ്രാമിംഗ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്സ് ബ്ലോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകളെ നമ്മൾ ഓരോ ബ്ലോക്കുകളാക്കി മാറ്റി ആ ബ്ലോക്കുകൾ ഡ്രാഗ് ചെയ്ത് വെച്ച് നമ്മുടെ ലോജിക്കിനനുസരിച്ച് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു എളുപ്പ മെത്തേഡാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോഗ്രാം പഠിക്കുന്ന തുടക്കക്കാർക്ക്, ബിഗിനേഴ്സിന് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും സിൻടാക്സ് എറേഴ്സ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്പം കൂടുതലാണ്. പ്രോഗ്രാമിങ്ങിനോട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാകാത്ത മെയിൻ കാര്യങ്ങളിലൊന്ന് ഈ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സിൻടാക്സ് എറേഴ്സ് ആണ്. വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂളുകളുടെ പ്രത്യേകത, വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂളുകൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള സിൻടാക്സ് എറേഴ്സുകൾ ഒഴിവാക്കാൻ പറ്റും. അവർക്ക് ആ പ്രോഗ്രാം പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ, സ്റ്റാർട്ടിംഗ് സ്റ്റേജുകളിൽ അവരുടെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെ ഉപകാരമാണ്. കാരണം സിൻടാക്സിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ, പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറുകളെ കുറിച്ച് ശ്രദ്ധിക്കാതെ, പ്രോഗ്രാമിൻ്റെ ബേസ് ലോജിക്കുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂളുകൾ സഹായിക്കാറുണ്ട്. മാക്ബ്ലോക്സ് അത്തരത്തിലുള്ള ഒരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂളാണ്. മാക്ബ്ലോക്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് സ്ക്രോൾ ചെയ്താൽ തന്നെ മനസ്സിലാവും. ഒരു വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പൈത്തൺ ലൈവ് പൈത്തൺ വ്യൂ ഉള്ള ടൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻഡ് ഫോർ ലേണിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്ബ്ലോക്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് താഴെ നോക്കുമ്പോൾ കാണാം. മാക്ബ്ലോക്സ് ഒരു അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്, ഒരു IDE ആണ്. അതുകൂടാതെ ഒരു മോഡുലാർ എഡിറ്ററാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനും ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൂടാതെ IoT, കമ്പ്യൂട്ടർ വിഷൻ, മെഷീൻ ലേണിംഗ്, മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ്, റാസ്ബെറി പൈ പ്രോഗ്രാമിംഗ്, അർഡിനോ പ്രോഗ്രാമിംഗ് മുതലായവയ്ക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. മാക്ബ്ലോക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എഡ്ടെക് കമ്പനിയായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടുള്ള മാക്ലാബ് ഇന്നോവേഷൻസ് ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇനി നോക്കി കാണാൻ പറ്റും. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. നോൺ പ്രോഗ്രാമർ ഫ്രണ്ട്ലി ആണ്. അതായത് നിങ്ങൾക്ക് പ്രയറായിട്ട് യാതൊരു പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റും സാധ്യമാകും. ഈസി പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയുള്ള ടൂളാണ്. ഫ്ലെക്സിബിൾ വിത്ത് മൾട്ടിപ്പിൾ ഹാർഡ്വെയർ ആണ്. അത് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന റാസ്ബെറി പൈ ആണ്. തുടർന്നുള്ള അപ്ഡേഷനുകളിൽ പിക്ക്, അർഡിനോ, ആം, മൈക്രോബിറ്റ്, അർഡിനോ പോലെയുള്ള, റാസ്ബെറി പൈ ഓൾറെഡി സപ്പോർട്ടഡ് ആണ്. അർഡിനോ മറ്റ് ഹാർഡ്വെയറുകൾ വരുന്ന അപ്ഡേറ്റുകളിൽ സപ്പോർട്ട് ചെയ്യുമെന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പ്ലാറ്റ്ഫോമുകളെ പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ആ വെബ്സൈറ്റിൽ ആ ഹോം പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. നമുക്ക് ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അവിടെ ലോഗിൻ നമുക്ക് ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാം. മാക്ബ്ലോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. മാക്ബ്ലോക്സിൻ്റെ ഇടതുവശത്ത് ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 2 സെഷൻ കാണാൻ പറ്റും. ഒന്ന് മാക്സ്ലേറ്റും ഒന്ന് അഡ്വാൻസ്ഡ്. മാക്സ്ലേറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, മാക്ബ്ലോക്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ കമ്പ്യൂട്ടിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഫിസിക്കൽ കമ്പ്യൂട്ടിങ് അഥവാ എംബഡഡ് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്ന സെക്ഷനാണ് ഈ മാക്സ്ലേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെഷൻ അഡ്വാൻസ് എന്ന് പറയുന്നത് പ്യൂർലി സോഫ്റ്റ്വെയർ ബേസ്ഡ് സെക്ഷനാണ്. അത് പൈത്തൺ കൂടുതൽ ഇലക്ട്രോണിക്സ് പ്രോഗ്രാമിങ്ങിന് അപ്പുറത്തേക്ക് പൈത്തൺ പ്രോഗ്രാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള സെക്ഷനാണ് അഡ്വാൻസ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. മാക്സ്ലേറ്റ് എന്ന സെക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ഇലക്ട്രോണിക് സെൻസേഴ്സ് അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സെൻസേഴ്സ് ഉണ്ട്, ഔട്ട്പുട്ട് സെൻസേഴ്സ് ഉണ്ട്, ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഓരോ സെൻസറുകളുമായിട്ടും ബന്ധപ്പെട്ട് ഉള്ള ബ്ലോക്സ് അതിനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ബ്ലോക്സ് ഉണ്ട്. ഔട്ട്പുട്ട്
ബ്ലോക്സ്, സെൻസേഴ്സ്, അതുപോലെ തന്നെ റോബോട്ട്, ക്യാമറ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ അപ്ഡേഷനുകൾ, കൂടുതൽ സെൻസേഴ്സ് ഇതിങ്ങനെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരും. ഓരോ സെൻസറുകളും പ്രോഗ്രാം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബ്ലോക്കുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ആവശ്യമായ ബ്ലോക്ക് എടുക്കുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് ഒരു ലോജിക്ക് ഡെവലപ്പ് ചെയ്യുക. ആ ലോജിക്കിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ബ്ലോക്കുകൾ എടുത്ത് ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പം ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ പൈത്തൺ വ്യൂ. അപ്പോൾ നേരത്തെ ആ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടു ലൈവ് പൈത്തൺ വ്യൂ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിലൊന്നാണ്. നമ്മളൊരു ബ്ലോക്കുകൾ എടുക്കുക, അതിൻ്റെ ലോജിക്ക് അനുസരിച്ച് ബ്ലോക്കുകൾ എടുത്ത് വർക്ക് സ്പേസിൽ, ഈ കാണുന്നതാണ് വർക്ക് സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള പൈത്തൺ കോഡ് റൈറ്റ് സൈഡിൽ ജനറേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ബ്ലോക്കുകൾ എടുത്ത് വെക്കുമ്പോൾ തന്നെ ആ ബ്ലോക്കുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പൈത്തൺ കോഡ് എന്താണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ ബ്ലോക്കിൻ്റെയും ലോജിക്കിനനുസരിച്ചുള്ള പൈത്തൺ കോഡ് കണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പൈത്തൺ പഠിക്കാൻ പറ്റും. അപ്പം മാക്ബ്ലോക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മാക്ബ്ലോക്സ് ബ്ലോക്ക് പ്രോഗ്രാമിങ്ങിൽ നിന്ന് ടെക്സ്റ്റ് പ്രോഗ്രാമിംഗ്, ഈ കാണുന്നതാണ് ബ്ലോക്ക് പ്രോഗ്രാമിംഗ്, ഈ കാണുന്നതാണ് ടെക്സ്റ്റ് പ്രോഗ്രാമിംഗ്. ഈ ബ്ലോക്ക് പ്രോഗ്രാമിങ്ങിൽ നിന്ന് ടെക്സ്റ്റ് പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ്. ട്രാൻസിഷൻ ഫ്രം ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ടു ടെക്സ്റ്റ് പ്രോഗ്രാമിംഗ്, അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളുകളിലൊന്നാണ് മാക്ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിതിങ്ങനെ കാണുവാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഓരോ ബ്ലോക്കുകൾ നമുക്കിങ്ങനെ കാണുന്നതിന് പറ്റും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈത്തൺ കോഡ് നമുക്കിവിടെ കാണുവാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള സെൻസേഴ്സും കാണും. അപ്പോൾ ക്യാമറയുണ്ട്, റോബോട്ടിന് വേണ്ടി പ്രത്യേക സെക്ഷനുണ്ട്, അങ്ങനെ എല്ലാ സംഭവവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഹാർഡ്വെയർ പ്രോഗ്രാമിങ്ങിന്, ഇലക്ട്രോണിക്സ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയുള്ള സംഭവമാണ്. ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് മാക്സ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഡെവലപ്മെൻറ്റ് ബോർഡ് ഉണ്ട്. അപ്പോൾ അതാണ് ആ വെബ്സൈറ്റിൽ കാണിച്ചത്. അത് മാക്ലാബ് ഇന്നോവേഷൻസ്, മാക്ബ്ലോക്സ് ഉണ്ടാക്കിയ മാക്ലാബ് ഇന്നോവേഷൻസിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസസ് ആണ്. ഇലക്ട്രോണിക്സ് പ്രോട്ടോടൈപ്പിന്, എംബഡഡ് പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയുള്ളതാണ്. അത് റാസ്ബെറി പൈ ബേസ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. അപ്പം റാസ്ബെറി പൈ മാത്രമല്ല, മറ്റ് മൈക്രോ കൺട്രോളറുകൾ, മൈക്രോ പ്രൊസസ്സറുകൾ, പിക്ക് പോലുള്ളവ, ആമ പോലുള്ളവ, അർഡിനോ, അങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ഹാർഡ്വെയർ സപ്പോർട്ടും അതിലുണ്ട്. അപ്പം തൽക്കാലം ഇപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു വെർഷനകത്ത് റാസ്ബെറി പൈ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. തുടർന്നുള്ള അപ്ഡേറ്റുകളിൽ മറ്റ് ഹാർഡ്വെയർ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർഡിനോ പോലെയുള്ളവ, പിക്ക്, ആമോ പോലെയുള്ളവ ഉള്ള ഹാർഡ്വെയറുകളുടെ സപ്പോർട്ട് കൊടുക്കുമെന്ന് വെബ്സൈറ്റിൽ തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം തുടർന്നുള്ള അപ്ഡേറ്റുകൾ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പറയാൻ പോകുന്നത് അഡ്വാൻസ്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാക്ബ്ലോക്സിന് 2 ഡിവിഷൻ ഉണ്ട്. ഒന്ന് മാക്സ്ലൈറ്റ് എന്ന് പറഞ്ഞ ഡിവിഷൻ, പിന്നെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഡിവിഷൻ. അഡ്വാൻസ്ഡ് ഡിവിഷൻ ഒരു പക്ക സോഫ്റ്റ്വെയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇലക്ട്രോണിക്സ് പ്രോഗ്രാമിങ്ങിനപ്പുറത്ത് പൈത്തൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സെക്ഷനാണ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഡിവിഷൻ. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, അതിനകത്ത് വേരിയബിൾ, ഓപ്പറേറ്റേഴ്സ്, ലൂപ്സ്, ഡാറ്റ ടൈപ്സിൽ തന്നെ ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി, ഫങ്ഷൻസ്, ക്ലാസ്, ഒബ്ജക്റ്റ്, അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് സീരിയസ് ആയിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് നോക്കുന്നവർക്ക്, സീരിയസ് ആയിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് ഞാൻ ഉദ്ദേശിച്ചത് ഇലക്ട്രോണിക്സിനപ്പുറത്ത്, എംബഡഡിനപ്പുറത്ത്. മാക്സ്ലൈറ്റ് എന്ന സെഷൻ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. എന്നാൽ അത് എംബഡഡുമായി ബന്ധപ്പെട്ട, ഇലക്ട്രോണിക്സുമായിട്ട്, റാസ്ബെറി പൈയുമായി ബന്ധപ്പെട്ട പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അഡ്വാൻസ് എന്ന ഡിവിഷനകത്ത് ഇലക്ട്രോണിക്സിന്, എംബഡഡിന് അഥവാ റാസ്ബെറി പൈയെ മാറ്റി നിർത്തി പൈത്തണെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം പൈത്തൺ അതാണ് ഈ ലിസ്റ്റ്, ടപ്പിൾ പോലെയുള്ള സംഭവങ്ങൾ കൂടുതലും ഡേറ്റ അനലിറ്റിക്സിന് ഉപയോഗിക്കുന്നതാണ്. ഒബ്ജക്റ്റ്, ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ സീരിയസ് ലെവല് സോഫ്റ്റ്വെയർ ഫോക്കസ്, സീരിയസ് ലെവൽ ഉദ്ദേശിച്ചത് സോഫ്റ്റ്വെയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, പിന്നെ സോഫ്റ്റ്വെയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമിങ്ങിന് വരുന്നത്. അപ്പോൾ ആ സെക്ഷനാണിത്. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്സുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾക്കും നമുക്ക് മാക്ബ്ലോക്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ മാത്രമാണ് അവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ താല്പര്യം, സോഫ്റ്റ്വെയർ ആണ് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് മാക്സ്ലൈറ്റ് എന്ന സെക്ഷനിലേക്ക് പോകാതെ തന്നെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് പോകാതെ തന്നെ, എംബഡഡ് പ്രോഗ്രാമിംഗിലേക്ക് പോകാതെ തന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്വാൻസ് എന്ന ഡിവിഷനിലേക്ക് വന്നാൽ
അവർക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഞാനീ പറഞ്ഞ അഡ്വാൻസ് എന്ന സെക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. മാക്സ്ലേറ്റ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ ഇനിയുള്ള വീഡിയോ അപ്ഡേറ്റുകൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. അത് ഹാർഡ്വെയറും കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ മാക്സ്ലേറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡ് ഉപയോഗിച്ച് സെൻസറുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ്, IoT പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ വിഷനൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ട്യൂട്ടോറിയൽസിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമ്മളത് പരിഗണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ അഡ്വാൻസ്ഡ് ഡിവിഷനാണ് പരിഗണിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമാണ്. പൈത്തൺ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമാണ്. സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നെയിമും ഏജും എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷൻ, ഒരു ചെറിയ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതായത് കമ്പ്യൂട്ടർ നമ്മളോട് നമ്മളുടെ നെയിം എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, നമ്മൾ നെയിം എൻ്റർ ചെയ്യുന്നു, നമ്മുടെ ഏജ് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, നമ്മൾ ഏജ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ തിരിച്ച് ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ തരുന്നു. നിങ്ങൾക്ക് ഈ നോട്ട് പാഡിനകത്ത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഏകദേശം സ്റ്റെപ്സ്, ഒരു അൽഗോരിതം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മളോട് ചോദിക്കുന്നു എൻ്റർ യുവർ നെയിം. അത് കമ്പ്യൂട്ടർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ നമ്മളോട് ചോദ്യം ചോദിക്കുന്നു, നമ്മളടുത്ത് ആവശ്യപ്പെടുന്നു. അപ്പോൾ എൻ്റർ യുവർ നെയിം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ പേര്, ഉദാഹരണം ഞാൻ രതീഷ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത് എൻ്റെ മിഡിൽ നെയിം കമ്പ്യൂട്ടർ ചോദിക്കുന്നു, ഞാൻ എസ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമത് എൻ്റെ ലാസ്റ്റ് നെയിം ചോദിക്കുന്നു, ഞാൻ കുമാർ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ പേര് രതീഷ് എസ് കുമാർ എന്നാണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ആ പേരിന് 3 സെക്ഷനാക്കി മാറ്റുന്നു. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. ഈ 3നെയും പ്രത്യേകം നമ്മൾ സാധാരണ ഫോം ഫില്ലിങ്ങിനകത്തും ഗൂഗിൾ ഫോമിനകത്ത് കാണുന്നതാണ്. ഇങ്ങനെ 3 തരമായിട്ട് നമ്മുടെ പേരിന് 3 സെക്ഷനായിട്ടായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ 3 സെക്ഷനായിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ എൻ്റർ ചെയ്യുന്ന ഡേറ്റ കമ്പ്യൂട്ടർ കൊണ്ട് സേവ് ചെയ്യും. നാലാമത് നമ്മുടെ ഏജ് ആവശ്യപ്പെടുന്നു. കമ്പ്യൂട്ടർ നമ്മളോട് നമ്മുടെ ഏജ് ആവശ്യപ്പെടുന്നു, നമ്മൾ ഏജ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ പേരിൻ്റെ 3 സെക്ഷനുകൾ പ്ലസ് നമ്മളുടെ ഏജ്, ഈ 3 സെക്ഷൻ പ്ലസ് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്മുടെ പേര് 3 സെക്ഷനാക്കിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ 3 സെക്ഷനാക്കിയ പേരും പ്ലസ് നമ്മളുടെ ഏജും കൊണ്ടുപോയി കമ്പ്യൂട്ടർ 4 വേരിയബിളുകളായി 4 വേരിയബിൾസിൽ സേവ് ചെയ്യുന്നു. പിന്നെ അത് നമുക്ക് നമ്മളുടെ ഡേറ്റയായിട്ട് എൻ്റർ ചെയ്യുന്നു. ഉദാഹരണം യുവർ നെയിം ഈസ് രതീഷ് കുമാർ നമുക്ക് എൻ്റർ ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മളുടെ പ്രായം, നമ്മളുടെ ഏജ്, യുവർ ഏജ് ഈസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നമ്മളുടെ അടുത്ത് കമ്പ്യൂട്ടർ നമ്മളുടെ പേര് ചോദിക്കുന്നു, നമ്മളുടെ അടുത്ത് നമ്മളുടെ ഏജ് ചോദിക്കുന്നു, അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് കമ്പ്യൂട്ടർ നമുക്കൊരു ഔട്ട്പുട്ട് തരും. ശ്രദ്ധിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ നോട്ട് പാഡിനകത്ത് കണ്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേര് എൻ്റർ, നമ്മുടെ നെയിമിൻ്റെ ആദ്യത്തെ സെക്ഷൻ, അതായത് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ എടുക്കുക, അഡ്വാൻസ് എന്ന സെക്ഷൻ എടുക്കുക. അഡ്വാൻസ് സെക്ഷനിൽ നിങ്ങൾക്ക് ഒരുപാട് സബ് ഡിവിഷൻസ് കാണാം. അതിൽ വേരിയബിൾസ് എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് പോകുക. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, അവർ ഫസ്റ്റ് നെയിം നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, ഫസ്റ്റ് നെയിം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പേരുണ്ട്. നമ്മുടെ പേര് എന്തൊക്കെയായാലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ആയിരിക്കും, ആൽഫബറ്റ്സ് ചേർന്നതായിരിക്കും. ഇപ്പോൾ രതീഷ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സിനെ സ്ട്രിങ്സ് ആയിട്ടാണ് പ്രോഗ്രാമിൽ പരിഗണിക്കുന്നത്. ആ വാക്കോർത്ത് വെച്ചിരിക്കുക സ്ട്രിങ്സ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ കൂടുതൽ പ്രോഗ്രാമിംഗ് ബന്ധമുള്ളവർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ അല്ലാത്തവർക്ക് വേണ്ടി, ബേസിക്കായിട്ട് പ്രോഗ്രാമിംഗ് ഇതുവരെ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ആയിരിക്കും നമ്മുടെ നെയിം. അപ്പം ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സിനെ പൊതുവെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ സ്ട്രിങ്സ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ സ്ട്രിങ്സ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബ്ലോക്ക് ഉണ്ട്, നിങ്ങളോട് നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് ആ ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ബ്ലോക്കുകൾ സെറ്റ് ചെയ്തേക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സ്പീക്കിംഗ് ലാംഗ്വേജ് പോലെ തന്നെയാണ് ബ്ലോക്കുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരാൾ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ബ്ലോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ വിഷ്വൽ പ്രോഗ്രാമിംഗ് മെത്തേഡിൻ്റെ കുറച്ചുകൂടി ഒരു ഈസിനെസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റർ സ്ട്രിങ് ഇൻറ്റു വേരിയബിൾ എന്നാണ് ഈ ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ എൻ്റർ സ്ട്രിങ് ഇൻറ്റു എ വേരിയബിൾ എന്നാണ്
അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് സ്ട്രിങ് കൊടുക്കേണ്ട സ്ട്രിങ് നമ്മൾ നോട്ട് പാഡിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രിങ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ യുവർ ഫസ്റ്റ് നെയിം, എൻ്റർ യുവർ ഫസ്റ്റ് നെയിം എന്നാണ് നമ്മൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ആ കൊടുക്കുമ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കും. നമ്മളവിടെ നോട്ട് പാഡിൽ കൊടുത്തിരുന്നത് രതീഷ് എന്നായിരുന്നു. അപ്പോൾ രതീഷ് എന്നായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ പേരായിരിക്കും നമ്മൾ അതിൻ്റെ ഉത്തരമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉത്തരത്തെ അവരൊരു വേരിയബിളിൽ കൊണ്ട്, കമ്പ്യൂട്ടർ ഒരു വേരിയബിളിൽ കൊണ്ടായിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പോൾ ആ വേരിയബിളിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. ഉദാഹരണം ഞാൻ ഫസ്റ്റ് നെയിം ആയതുകൊണ്ട് ആ വേരിയബിളിന് ഫസ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വേരിയബിളിലേക്ക് അതൊന്ന് സേവ് ചെയ്തു. അപ്പോൾ നോക്കുക, എൻ്റർ യുവർ ഫസ്റ്റ് നെയിം ഇൻറ്റു എ വേരിയബിൾ, ആ വേരിയബിളിൻ്റെ പേര് ഫസ്റ്റ് എന്നാണ്. ഇനി രണ്ടാമത് ആ നോട്ട് പാഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. രണ്ടാമത് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് നെയിം, നമ്മുടെ സെക്കൻഡ് നെയിമാണ് നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് നെയിം ഞാൻ ഉദ്ദേശിച്ചത് മിഡിൽ നെയിമാണ്. മിഡിൽ നെയിം. അപ്പോൾ ഞാൻ മിഡിൽ നെയിം ചോദിച്ചു. മിഡിൽ നെയിം ഞാനൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണം. നേരത്തെ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് നെയിം ഒരു വേരിയബിളിൽ നേരത്തെ പറഞ്ഞു, നമ്മുടെ പേരിനെ 3 പീസസ് ആക്കിയിട്ട് ആ 3 പീസസിനെയും 3 വേരിയബിൾസിലോട്ടാണ് സേവ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ് ആ ഒരു 3 സെക്ഷനെയും 3 വേരിയബിൾസിലോട്ട് നമ്മളുകൊണ്ടൊന്ന് സേവ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ വേരിയബിളിന് ഞാൻ കൊടുക്കുന്ന പേരാണ് മിഡിൽ എന്ന പേരിൽ ഞാൻ കൊണ്ടുവന്ന് സേവ് ചെയ്യുന്നു. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ സെക്ഷൻ, മൂന്നാമത്തെ പേരുണ്ട്. മൂന്നാമത്തെ പേരിനെ ഞാൻ കൊണ്ടുവന്ന് സേവ് ചെയ്യുന്നു. മൂന്നാമത്തെ ലാസ്റ്റ് നെയിം ചോദിക്കുന്നു, എൻ്റർ യുവർ ലാസ്റ്റ് നെയിം. അപ്പം ലാസ്റ്റ് നെയിം ഞാനൊരു വേരിയബിളിൽ കൊണ്ട് സേവ് ചെയ്യുന്നു. ലാസ്റ്റ് നെയിമിനെ ഞാൻ ലാസ്റ്റ് എന്ന് തന്നെ കൊടുക്കുന്നു. ലാസ്റ്റ് നോക്കി, ഞാൻ 3 വേരിയബിളാണ് ഇവിടെ ക്രിയേറ്റ്. ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ, മിഡിൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. അപ്പോൾ ആ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്നത് എന്താണോ ഡേറ്റ, എന്താണോ എൻ്റെ പേര്, അത് ഫസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊണ്ട് സേവ് ചെയ്യുന്നു. രണ്ടാമത് എൻ്റെ അടുത്ത് മിഡിൽ നെയിം ചോദിക്കുന്നു, ഞാൻ മിഡിൽ നെയിം കൊണ്ടുവന്ന് സേവ് ചെയ്യുന്നു. മൂന്നാമത് എൻ്റെ അടുത്ത് ലാസ്റ്റ് നെയിം ചോദിക്കുന്നു, ലാസ്റ്റ് നെയിം കൊണ്ടുവന്ന് സേവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പൈത്തൺ കോഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയോ, ഫസ്റ്റ് ഈ 3 സെക്ഷൻ നോക്കണ്ട, ഇത് ഒരു വാല്യൂ കൊടുത്ത് നൺ ആക്കുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇവിടെ മുതലാണ് പൈത്തൺ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നിങ്ങളുടെ പേര് ഇൻപുട്ടായിട്ട് നിങ്ങൾ കൊടുക്കുന്നു. രണ്ടാമത് മിഡിൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നിങ്ങളുടെ പേര് മിഡിൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നിങ്ങൾ സേവ് ചെയ്യുന്നു. മൂന്നാമത് ലാസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നിങ്ങളുടെ ലാസ്റ്റ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്കുകൾ പരസ്പരം അദ്ദേഹം പറഞ്ഞു, ബ്ലോക്കിൽ നിന്ന് ടെക്സ്റ്റിലേക്കുള്ള ട്രാൻസിഷനാണ് മാക്ബ്ലോക്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്കിങ്ങനെ ബ്ലോക്ക് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്ത് തന്നെ ഈ ടെക്സ്റ്റ് പ്രോഗ്രാമിംഗ് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്കിങ്ങനെ കമ്പയർ ചെയ്താൽ തന്നെ ആ ടെക്സ്റ്റ് പ്രോഗ്രാമിംഗ് മെല്ലെ നമുക്ക് പഠിക്കാൻ പറ്റും. അത് കൂടുതൽ പ്രാക്ടീസിൻ്റെ വിഷയമാണ്. കൂടുതൽ പ്രാക്ടീസിനനുസരിച്ച് നമുക്ക് ബ്ലോക്ക് പ്രോഗ്രാമിൽ നിന്ന് പൈത്തൺ ടെക്സ്റ്റ് പ്രോഗ്രാം വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കൂടുതൽ സിൻറ്റാക്സുകൾ നമ്മളെ ബോധർ ചെയ്യാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലോജിക്ക് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഒരു പ്രോഗ്രാമർ ആവുന്നതിന് പറ്റും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ ഏജ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്തത് നമ്മുടെ നെയിമാണ്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, നെയിം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സിനെ സ്ട്രിങ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഏജ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് അല്ല, അതിനെ നമ്പറായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പം ഒരു നമ്പറിനെ പരിഗണിക്കുന്നതും സ്ട്രിങ്ങിനെ പരിഗണിക്കുന്ന ആൽഫബറ്റ്സിനെ പരിഗണിക്കുന്ന രണ്ട് രീതിയിലാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ ബ്ലോക്കുകൾ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നുകൊണ്ട് നോക്കി നമുക്ക് കാണാം, എൻ്റർ യുവർ ഫസ്റ്റ്, ഈ എൻ്റർ സ്ട്രിങ് അതിന് തൊട്ട് മുകളിൽ തന്നെ എൻ്റർ യുവർ ഫസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഇൻറ്റു വേരിയബിൾ, ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അത് സംഭവം ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റർ യുവർ ഏജ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ അത് ഏത് വാല്യൂ, ഇൻറ്റിജർ, ഫ്ലോട്ട്, കോംപ്ലക്സ്, 3 തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം പേര് നമ്മുടെ ഏജ് നമ്മളൊരു നമ്പർ ആയതുകൊണ്ട്, ഒരു പൂർണ്ണസംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കൊടുത്താൽ മതി. അല്ലാത്ത രീതിയിലുള്ള ഫ്ലോട്ട് വാല്യൂസോ കോംപ്ലക്സ് വാല്യൂസോ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഫ്ലോട്ട് വാല്യൂ അല്ലെങ്കിൽ നമ്മളൊരു കോംപ്ലക്സ് വാല്യൂ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വാല്യൂസ് ഇവിടെ ഇങ്ങനെ ടിക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവം സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിതൊരു ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് ഇൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതും ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണം. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ നാലാമത്തെ വേരിയബിളാണ്. ആദ്യത്തെ വേരിയബിൾ ഫസ്റ്റ്, രണ്ടാമത്തെ വേരിയബിൾ മിഡിൽ, മൂന്നാമത്തെ വേരിയബിൾ ലാസ്റ്റ്, നാലാമത്തെ വേരിയബിൾ ഏജ്. അപ്പം നോക്കിയോ, ആ ബ്ലോക്കിൻ്റെ ലാംഗ്വേജ് വായിച്ചാൽ തന്നെ നമുക്ക് ആ പ്രോഗ്രാമിംഗ് ആ ബ്ലോക്കിൻ്റെ ലോജിക്ക് മനസ്സിലാവും. എൻ്റർ യുവർ ഏജ്, ഇൻറ്റിജർ വാല്യൂ ആണത്, ആ വാല്യൂ ഇൻറ്റു ഏജ്. അപ്പോൾ ഏജ് എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂവിനെ ഏജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നിങ്ങൾ കൊണ്ട് സേവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ആ ഒരു ബ്ലോക്കിൻ്റെ പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഏജ് എന്ന് പറയുന്നത് സാധാരണ തൊട്ട് മുമ്പിലുള്ള ഒരു ആൽഫ സ്ട്രിങ് എൻ്റർ ചെയ്ത പോലെയല്ല, അതിനൊരു എക്സ്ട്രാ സ്റ്റെപ്പ് ഇൻറ്റിജർ എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് എന്നൊരു ഡിക്ലറേഷൻ കൂടി അവിടെ വരും. അപ്പോൾ അത് കുറച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് കുറച്ച് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ കമ്പ്യൂട്ടർ സ്വീകരിച്ചു. ആ വാല്യൂ എടുത്തുകൊണ്ടുപോയി കമ്പ്യൂട്ടർ വേരിയബിൾസിൽ സേവ് ചെയ്ത് വെച്ചു. ഇനി ആ വേരിയബിൾസിൽ എന്തൊക്കെ വാല്യൂ ഉണ്ടോ, ഇപ്പം വേരിയബിളിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേരിനെ 3 പീസുകളാക്കി സേവ് ചെയ്തതും നമ്മളുടെ ഏജുമാണ്. ഇനി ആ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത ആ വാല്യൂസിനെ കമ്പ്യൂട്ടർ നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് തരണം. ഔട്ട്പുട്ടായിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കലാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ മാക്സ്ലേറ്റ് എന്ന സെക്ഷനിലാണ് പ്രിൻ്റ് എന്ന് പറഞ്ഞത് കിടക്കുന്നത്. പ്രിൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും മാക്സ്ലേറ്റിലാണ് കിടക്കുന്നത്. അപ്പം പ്രിൻറ്റിലേക്ക് ചെല്ലുക. നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട 3 തരം പ്രിൻറ്റുകളുണ്ട്. അത് ഓരോ തരം ആപ്ലിക്കേഷന് വേണ്ടി ഓരോ തരത്തിലുള്ള പ്രിൻ്റ് ഉപയോഗിക്കുന്നത്. ഓരോന്നും ഏതിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഓരോ തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്താം. മൊത്തത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആയിപ്പോൾ. അതുകൊണ്ട് ഓരോ പ്രോജക്റ്റും ചെയ്യുമ്പോൾ നമുക്ക് ഓരോ തരത്തിൽ പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ ഈ മൂന്നാമത് കാണുന്ന ഈ പ്രിൻ്റാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് മൂന്നാമത് കാണുന്ന പ്രിൻ്റ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഉദാഹരണം, നമ്മൾ ഈ നോട്ട് പാഡിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് പ്രിൻ്റ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്? യുവർ നെയിം ഈസ് രതീഷ് എസ് കുമാർ എന്നാണ്. ഈ യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്, നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് ആണ്. പക്ഷേ ആ ഒരു സ്ട്രിങ്, അപ്പോൾ നമ്മൾ ആ ഒരു പ്രിൻറ്റിൻ്റെ ഫസ്റ്റ് പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. പ്രിൻറ്റിൻ്റെ രണ്ട് പോർഷനായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 2 അറ്റാച്ച്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഒന്ന് ആ യുവർ നെയിം ഈസ് എന്നാണ്. അപ്പോൾ നമ്മളവിടെ യുവർ നെയിം ഈസ് എന്ന് എഴുതി കൊടുക്കുന്നു. രണ്ടാമത്തെ സെക്ഷൻ നോക്കിയോ, നമ്മൾ എൻ്റർ ചെയ്ത 3 വേരിയബിൾസിൻ്റെ വാല്യൂ ആണത്. ഒന്നുകൂടി പറയാം, നമ്മൾ എൻ്റർ ചെയ്ത 3 വേരിയബിൾസിൻ്റെ വാല്യൂ ആണത്. ഒന്നാമത്തെ, അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളും മിഡിൽ എന്ന് പറഞ്ഞ വേരിയബിളും ലാസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് വെക്കുന്ന ആ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് കോൺകാറ്റിനേഷൻ. ഒന്ന് ഓർത്ത് വയ്ക്കുക, ആ വാക്ക് കൊടുത്തത് കോൺകാറ്റിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3 കോൺകാറ്റിനേറ്റ് വെച്ചാൽ പ്ലസ് ചെയ്യുക എന്നർത്ഥം. അതായത് കൂട്ടി യോജിപ്പിക്കുക, അത് പ്ലസ് ചെയ്യുക എന്നർത്ഥം. നമുക്ക് പ്രോഗ്രാമിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യം യുവർ നെയിം ഈസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് കൂടാതെ നമ്മളുടെ 3 വേരിയബിൾസിൽ എന്താണോ സേവ് ചെയ്തേക്കുന്നത്, ആ 3 വേരിയബിൾസ് സേവ് ചെയ്തേക്കുന്നത് നമ്മളുടെ പേരിൻ്റെ 3 പീസുകളായിരിക്കും. ഈ 3 പീസുകളെ പ്ലസ് ചെയ്ത് കോൺകാറ്റിനേറ്റ് ചെയ്ത് അതിൽ കാണിക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ഉദാഹരണം, പ്രിൻ്റ് ഇവിടെ സ്ട്രിങ് ആണ് വരേണ്ടത്. അപ്പം ഞാൻ നേരെ വേരിയബിൾസിൽ പോകുക. വേരിയബിൾസിൽ നിന്ന് ഞാനൊരു സ്ട്രിങ് എടുക്കുക. സ്ട്രിങ് എടുത്തിട്ട് എനിക്കിവിടെ എന്തുവാണ്, അപ്പോൾ യുവർ നെയിം ഈസ് എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്. യുവർ നെയിം ഈസ്. ഇനി ഇവിടെയാണ് നമുക്ക് 3 വേരിയബിൾസ് തമ്മിൽ പ്ലസ് ചെയ്യേണ്ടത്, കോൺകാറ്റിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കിട്ടുന്നതിന് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് നമുക്ക് കുറച്ച് ബ്ലോക്സ് കാണാം. അതിൽ 2 തരത്തിലുള്ള പ്ലസ് ഉണ്ട്. ഒന്ന് നമ്പേഴ്സ് പ്ലസ് ചെയ്യുന്നതുകൊണ്ട്, സ്ട്രിങ്സ് പ്ലസ് ചെയ്യുന്നതുകൊണ്ട്. അതിന് പ്രത്യേകം രണ്ട് രീതിയിലുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ആ 2 രീതിയിലായതുകൊണ്ട് പ്രത്യേകം ബ്ലോക്കുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്പേഴ്സ് അല്ല പ്ലസ് ചെയ്യേണ്ടത്, നമുക്ക് സ്ട്രിങ്സ് ആണ് പ്ലസ് ചെയ്യേണ്ടത്. നമുക്ക് സ്ട്രിങ്സ് നോക്കിയാൽ നമ്മൾ സ്ട്രിങ്സ് എടുത്ത് വെച്ച് ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇതിനകത്ത് ചെറിയ വിഷയമുണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാം. 2 എണ്ണേ ഉള്ളൂ, നമുക്ക് 3 എണ്ണം ഉണ്ട്. ഇപ്പോൾ 2 പേരേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം മാത്രമേ ഉള്ളെങ്കിൽ നമുക്കിത് മതി. പക്ഷെ നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അല്ല, നമുക്കിവിടെ 3 പേരുണ്ട്. അപ്പോൾ അങ്ങനെ 3 പേര് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഓപ്പറേറ്റേഴ്സിൽ പോവുക, ഒന്നുകൂടി എടുക്കുക, ഒന്നുകൂടി കൊണ്ടുവയ്ക്കുക. ഓക്കെ, 3 എണ്ണമായി. മനസ്സിലായി? അപ്പോൾ ഇനി 3 എണ്ണം വേണം. അപ്പോൾ എന്തോ യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞ് 3 എന്താ അറ്റാച്ച് ചെയ്യേണ്ടത്? ഈ 3 ഹോൾസിൽ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഈ വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസ് അറ്റാച്ച് ചെയ്യുന്നതിന് ആ സ്ട്രിങ്സ്, നേരത്തെ എടുത്ത സ്ട്രിങ്സിന് തൊട്ട് താഴെ തന്നെ വേരിയബിൾ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വേരിയബിൾ കൊണ്ടുവന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുക.
ആ വേരിയബിൾ ഏതാണെന്ന് നമുക്ക് ഡ്രോപ്പ് ഡൗൺ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഏത് വേരിയബിളാണ് വേണ്ടത് ആ വേരിയബിൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. വേരിയബിൾ സെലക്ട് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പേര് വരുന്നത് തരത്തിരിച്ചു രതീഷ് എസ് കുമാറിന് ഒരു എസ് രതീഷ് കുമാർ എന്നോ കുമാർ രതീഷ് എസ് എന്നൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ അടുത്തത് വേരിയബിൾ, വീണ്ടും അടുത്തത് വേരിയബിൾ പറഞ്ഞാൽ വേരിയബിൾ എടുക്കുക. മിഡിൽ നെയിം വേണം. അടുത്തത് വീണ്ടും ഒന്നുകൂടി വേണം. ലാസ്റ്റ്. അപ്പോൾ നോക്കിയോ, പ്രിൻറ്റ് യുവർ നെയിം ഈസ് ഫസ്റ്റ് നെയിമിലും മിഡിൽ നെയിമിലും ലാസ്റ്റ് നെയിമിലും ഉള്ള വാല്യൂസ് കോൺകാറ്റിനേറ്റ് ചെയ്യും, പ്ലസ് ചെയ്യും. അപ്പോൾ എൻ്റെ കോഡ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്തേക്കുന്നത്. കണ്ടോ, പ്രിൻറ്റ് യുവർ നെയിം ഈസ് ഫസ്റ്റ് പ്ലസ് മിഡിൽ പ്ലസ് ലാസ്റ്റ്. ഈ ഫസ്റ്റ് മിഡിൽ ലാസ്റ്റ് എന്ന് പറയുന്ന 3 സാധനങ്ങളും വേരിയബിൾസ് ആണ്. നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്തെടുത്ത വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസിലേക്ക് ഈ സാധനങ്ങൾ ക്ലബ് ചെയ്യും. കണ്ടോ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. പ്രിൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഏജ് ആണ്. ഏജിനകത്ത് കോൺകാറ്റിനേഷൻ വരുന്നില്ല, ജസ്റ്റ് ഏജ് അങ്ങ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ വേരിയബിൾസിലോട്ട് പോവുക, അതിൽ സ്ട്രിങ് എടുക്കുക. കാര്യം നമ്മൾ സ്ട്രിങ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതി കാണിക്കണം. ഔട്ട്പുട്ടിൻ്റെ കൂടെ നമ്മൾ ആ നോട്ട് പാഡ് കണ്ടപ്പോൾ അറിയാം യുവർ ഏജ് ഈസ് എന്ന് പറയുക. അവിടെ കൊണ്ടുവന്ന് നമ്മളെ വേരിയബിൾസ് ഏത് വേരിയബിളിലുള്ള വാല്യൂ ആണോ നമുക്കറിയാം. നമ്മൾ 4ാമതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഏജ്. പ്രോഗ്രാം നോക്കുക. ഫസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു, മിഡിൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ലാസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ഏജ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഏജ് ഇൻപുട്ടായിട്ട് കൊടുത്തു. നമ്മൾ നമ്മുടെ ഔട്ട്പുട്ടായിട്ട് നമ്മുടെ നെയിമിൻ്റെ 3 പോർഷനും ക്ലബ്ബ് ചെയ്ത് ഒരൊറ്റ നെയിമാക്കി കോൺകാറ്റിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഏജും നമുക്ക് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കോഡ് ഇനി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഏതെങ്കിലും ഒരു IDL, ഒരു പൈത്തൺ IDLലേക്ക് പോകും. പൈത്തൺ IDL പലർക്കും അറിയാമായിരിക്കും. അറിയാൻ പറ്റാത്തവർക്ക് വരുന്ന വീഡിയോയിൽ ഇതിൻ്റെ ബേസിക്സ് ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ പൈത്തണിൻ്റെ സെറ്റപ്പുകളെ പറ്റിയും പൈത്തണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ ആ ഡീറ്റെയിൽസും പറയുന്നതാണ്. അത് ലിനക്സിൽ ഉപയോഗിക്കുന്ന ഒരു IDLയാണ്. ഇതുപോലെ തന്നെ ഇത് വിൻഡോസിൽ ഉപയോഗിക്കാൻ പറ്റും. വിൻഡോസിൽ തന്നെ ഉപയോഗിക്കുന്ന വേറെ IDLs ഉണ്ട്. അപ്പോൾ ഏത് കമ്പ്യൂട്ടറിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഈ ജസ്റ്റ് റൺ ബട്ടൺ എടുക്കുക, റൺ മൊഡ്യൂൾ എന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ നോട്ട് പാഡിൽ കണ്ടതുപോലെ തന്നെ എക്സിക്യൂഷൻ തുടങ്ങുക. അതേ സംഭവമാണ് നമുക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് നെയിം വന്നു, ഞാനിപ്പോൾ രതീഷ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ യുവർ മിഡിൽ നെയിം വന്നു, അപ്പോൾ ഞാൻ മിഡിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ യുവർ ലാസ്റ്റ് നെയിം കൊടുത്തു, ലാസ്റ്റ് നെയിം ഇപ്പോൾ കുമാർ എന്ന് കൊടുത്തു. അപ്പോൾ ആ സ്പേസ് അവിടെ വരാത്തതിന് ഞാൻ സ്പേസ് കൊടുക്കാത്തതുണ്ട്. അപ്പോൾ ഞാൻ പ്രോഗ്രാമിൽ തന്നെ സ്പേസ് കൊടുത്തെങ്കിൽ ഒരു സ്പേസ് കഴിഞ്ഞിട്ടായിരുന്നു വരുന്നത്. ഏജ് ഞാൻ കൊടുക്കും. നോക്കിയാൽ നമുക്ക് ഔട്ട്പുട്ട് വന്നു, യുവർ നെയിം ഈസ് രതീഷ് എസ് കുമാർ, യുവർ ഏജ് ഈസ് 30. അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ട് പൈത്തണിനകത്ത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം വളരെ സിമ്പിളായിട്ട് ആ ലോജിക്ക് മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ബാക്കി പൈത്തൺ കോഡ് മൊത്തം ആപ്ലിക്കേഷൻ തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം മാക്ബ്ലോക്സ് ഉപയോഗിച്ച് ചെയ്ത് തീർത്തു. അപ്പം നമുക്ക് ജസ്റ്റ് പ്രോഗ്രാം വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് തരാൻ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ പോകാതെ തന്നെ ഇവിടെ തന്നെ ഈ എഡിറ്റിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ പൈത്തൺ കോഡ് ഇവിടെ നിന്ന് തന്നെ പൈത്തൺ കോഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പൈത്തൺ ഫയൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ നമുക്കിനി ബ്ലോക്കുകൾ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എടുത്ത് വെച്ച് നോക്കുന്നതിന് വേണ്ടി പിന്നെ കൂടുതൽ ബ്ലോക്കുകൾ ആഡ് ചെയ്ത് വലിയൊരു പ്രോഗ്രാം ആക്കുന്നതിന് വേണ്ടിയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്ത് വെക്കുന്നതിന് മെത്തേഡുണ്ട്. ജസ്റ്റ് ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു .macblocks എന്നൊരു ഫയലായിട്ട് ഇത് സേവ് ചെയ്യും. ഇത് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് നമ്മുടെ ഫോൾഡറിലോട്ട് മാറ്റി ചെയ്തു. ഇപ്പം ഞാൻ ഡൗൺലോഡിലോട്ടാണ് ഈ സാധനം സേവ് ചെയ്ത് മാറിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും എനിക്കൊരു ആവശ്യമുണ്ട്, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും സംഭവം ചെയ്യുന്നതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഓപ്പൺ എടുക്കുക. എവിടെയാണ് ആ പ്രോഗ്രാം കിടക്കുന്നത്? ഡൗൺലോഡ്സിലാണ്. ഡൗൺലോഡ്സ് എടുക്കുക, ആ ഡൗൺലോഡ്സിൽ നിന്ന് ആ പ്രോഗ്രാം പോകുക. അത് നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ കാണാം. അപ്പോൾ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാം കാണാൻ പറ്റും. ആ ബ്ലോക്കുകൾ അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് ആ പൈത്തൺ കാണണമെങ്കിൽ ആ പൈത്തണിൻ്റെ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോഗ്രാമിംഗ് നമുക്ക് അടുത്ത വീഡിയോ എപ്പിസോഡ് ചെയ്യാം. കൂടുതൽ
കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എപ്പിസോഡുകളിൽ നമുക്ക് വരുന്ന വീഡിയോ അപ്ഡേറ്റുകൾ കൂടുതൽ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കണം എന്നുള്ളവർ www.macblocks.com എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. പിന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസും മറ്റവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകളോ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് നമ്പറുകളോ അല്ലെങ്കിൽ ആ ഒരു മെയിലുകളോ ഉപയോഗിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ വീഡിയോസ് നോക്കി നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ പ്രോഗ്രാമിംഗ് പഠിക്കാവുന്നതാണ്. പ്രോഗ്രാമിംഗ് പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും പ്രോഗ്രാമിങ്ങിനോട് നല്ല താല്പര്യമുള്ളവർക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കോഡ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ തന്നെ റാസ്ബെറി പൈ പ്രോഗ്രാം, ആക്സ്ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള എംബഡഡ് പ്രോഗ്രാമിങ്ങും IoT ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വളരെ പെട്ടെന്ന് നമ്മൾ ഇതിൽ ഈ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു.